നമസ്കാരം. ഏറെ സന്തോഷവും അഭിമാനമുള്ളൊരു ദിവസമാണ് ഇന്ന്. 1971 ഞാൻ മോഡൽ സ്കൂൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. 2-3 കൊല്ലം അടുത്ത് ബെസ്റ്റ് ആക്ടർ ഒക്കെ ആയിരുന്ന ആളായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എന്നെ കാണാനൊരു 7ഓളം കുട്ടികൾ വരുന്നു. യൂത്ത് ഹോസ്റ്റലിനെ അവതരിപ്പിക്കാൻ ഒരു നാടകം വേണമെന്ന് പറയുന്നു. വന്ന കൂട്ടത്തിൽ ഉള്ള ഒരു പയ്യനായിരുന്നു മോഹൻലാൽ. ഞാൻ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വരൂ. ഞാൻ 2 ദിവസം കഴിഞ്ഞ് ജനയുഗം മാഗസിനിൽ അന്ന് പ്രസിദ്ധീകരിച്ച വേളൂർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ കമ്പ്യൂട്ടർ ബോയ് എന്നുള്ള നാടകം, ഏകാഗ്രം, 20 മിനിറ്റ് ഡ്യൂറേഷൻ വരും. അത് ഈ കുട്ടികളെ എൻ്റെ വീട്ടിൽ വെച്ചാണ് പഠിപ്പിച്ചത്. യൂത്ത് ഹോസ്റ്റലിൽ നിന്ന് ഞാൻ തന്നെയാണ് പോയി മേക്കപ്പ് ഇട്ടത്, ഞാൻ തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തത്. ആ വർഷത്തെ യൂത്ത് ഹോസ്റ്റലിൽ അന്നത്തെ ആ മത്സരത്തിൽ ഏറ്റവും നല്ല നാടകത്തിനുണ്ട് ഫസ്റ്റ് പ്രൈസ് ആ നാടകത്തിനും കിട്ടി. അതിൽ 90 വയസ്സായ കഥാപാത്രം ചെയ്ത മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറും കിട്ടി. സാധാരണ യൂത്ത് ഹോസ്റ്റലിന് 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവർക്കാണ് കിട്ടുന്നത്. 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസും ബെസ്റ്റ് ആക്ടറും കിട്ടിയപ്പം മോഡൽ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ അതൊരു ചരിത്രമായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങിയാണ് ഞാനും മോഹൻലാലിനുള്ള സുഹൃത്ത് ബന്ധം. ഇപ്പോൾ 54 വർഷം കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വെച്ച് 5 സിനിമ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനോടൊപ്പം 10-60 സിനിമകൾ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയ അഭിമാനം, സന്തോഷമാണ്. നാളെ ചരിത്രത്തിൽ എൻ്റെ പേര് എവിടെയെങ്കിലും പറയുമെങ്കിൽ അത് ഇത് മാത്രമായിരിക്കും. സിനിമയെ അഭിനയിച്ചതോ നടനായതോ ഒന്നുമല്ല. മോഹൻലാലിൻ്റെ മുഖത്ത് ആദ്യം മേക്കപ്പ് ഇട്ടതും സംവിധാനം ചെയ്തു എന്നുള്ളത്. ഇന്ന് അദ്ദേഹത്തിന് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും പരമോന്നത ബഹുമതിയായ ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം, ഇനി അദ്ദേഹത്തിന് കിട്ടേണ്ടത് ഭാരതരത്നം മാത്രമാണ്. അതും കിട്ടാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ എല്ലാ പ്രാർത്ഥനകളും.